ഓക്കെ വന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മളിന്ന് BSOC 110 എടുക്കുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള ഒരിതാണ്. BSOC 110 ടോട്ടല് നമുക്ക് 4 ബ്ലോക്കുകളാണുള്ളത്. അത് നമുക്ക് ഈ ഒരു പേപ്പറിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പം പേപ്പറിനെ പരിചയപ്പെടുന്നതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാമിലി. അപ്പൊ നമുക്ക് ഈ ഒരു BSOC 110 സോഷ്യൽ ടോട്ടൽ നമുക്ക് വരുന്നത് 4 ബ്ലോക്കുകളാണ്. ഈ 4 ബ്ലോക്കിലും ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 2 യൂണിറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ബ്ലോക്കിൽ 4 യൂണിറ്റ്, തേർഡ് ബ്ലോക്കിൽ 3 യൂണിറ്റ്, ഫോർത്ത് ബ്ലോക്കിൽ 3 യൂണിറ്റ്. ഉള്ളത്. ഈ 12 യൂണിറ്റിൽ നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റ് ആയിട്ടുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് സ്ട്രാറ്റിഫിക്കേഷൻ, ബേസിക് കൺസെപ്റ്റ് ആൻഡ് മീനിങ് ആൻഡ് അപ്രോച്ചസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിലുള്ളത്. അല്ലെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെ. യൂണിറ്റ് 1 പറയുന്നത് ബേസിക് കൺസെപ്റ്റും മീനിങ് ആൻഡ് അപ്രോച്ചസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം അല്ലെ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ പോകുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ദെൻ ഇവല്യൂഷണറി പ്രോസസ്, ഓർഗനൈസിങ് പ്രിൻസിപ്പിൾസ്, ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇങ്ങനെ ഒരു എന്താ പറയാ കുറച്ചൊരു ഡീപ്പായിട്ടുള്ള ഒരു ഇതിലാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ. Social stratification. Social stratification means social stratification refers to a society categorizing of life its people into ranking based on factors like wealth and education, family background. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ, സാമൂഹിക വർഗീകരണം അല്ലെ. പൊതുവെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സമൂഹത്തിലുള്ള എന്തിനൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? അത് സമ്പത്തിനെ ഉണ്ട്, വരുമാനത്തെ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വംശം, വിദ്യാഭ്യാസം, വംശീയത തുടങ്ങിയിട്ടുള്ള ഓരോ എന്താണ് ഈച്ച് ആൻഡ് എവറി കണ്ടന്റ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അതായത് ഓരോ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ട് ഒരു സമൂഹം അതിലുള്ള ആളുകളെ എന്തായിട്ട് തിരിക്കുന്നതാണ്, ഗ്രൂപ്പുകളായിട്ട്, പൊതുവെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് വിശേഷിപ്പിക്കുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് അല്ലെ. ബേസിക്കലി നമുക്ക് ഇത്ര ഡീപ്പായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല, ഇങ്ങനെ പറഞ്ഞാലും മതി. എന്താണ്, ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് വെൽത്ത്, ഇൻകം, എഡ്യൂക്കേഷൻ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പവർ അല്ലെ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, സമ്പത്ത്, വരുമാനം, വിദ്യാഭ്യാസം, ഇതിനെല്ലാം ഈ ഘടകങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടാണ് എന്ത് രൂപീകരിക്കുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാമൂഹിക വർഗീകരണം അല്ലെ. അപ്പം ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിലേക്ക് എത്താനുണ്ടായിട്ടുണ്ടായ ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ചെറിയൊരു എന്താ പറയാ ഒരു ആശയം എന്ന് പറയുന്നത്, നമുക്കറിയാം ഏതൊരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് എന്തിലൂടെയാണ് വരുള്ളൂ, പരിണാമങ്ങളിലൂടെയാണ് വരിക അല്ലെ. അപ്പൊ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഇവല്യൂഷണറി പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇവല്യൂഷണറി പ്രോസസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, differentiation of individuals or group on the basis of positions of certain characteristics whereby some individuals or groups
come to rank higher than others. It's an institution evolved when the technologies of production underwent basic changes. ബേസിക്കലി നമുക്കറിയാം എന്താണ് ഇവല്യൂഷണറി പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവെ നമുക്ക് ഈ ഒരു ഇവല്യൂഷണറി പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഏതൊരു കോൺസെപ്റ്റിന് എന്തുണ്ട്, ഒരു പരിണാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം ഒരു ഇതിലേക്ക് വന്നതിന്റെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് ഉൽപാദനത്തിന്റെ സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ഉൽപാദന ഘടനയിൽ ഉണ്ടായിട്ടുണ്ടായ സാങ്കേതിക വിദ്യകൾ വികസിച്ചപ്പോ അവിടെ എന്തുണ്ടായി, ഒരു സാമൂഹിക വർഗീകരണം ഉണ്ടായി എന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് ഉൽപാദനത്തിന്റെ സാങ്കേതിക വിദ്യകളൊക്കെ വികസിച്ചു വന്നപ്പോ അവിടെ ഉൽപാദനം എന്ന നിലയിൽ എന്തുണ്ടായി എന്നാ പറഞ്ഞത്, ഒരു സാമൂഹിക വർഗീകരണം അവിടെ വികസിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇറ്റ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവോൾവ് വെൻ ദ ടെക്നോളജീസ് ഓഫ് പ്രൊഡക്ഷൻ അണ്ടർ വെൻ ബേസിക് ചേഞ്ചസ്, ഇങ്ങനെ വേണേ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെ. അതായത് സമൂഹങ്ങൾ തമ്മിൽ തന്നെ എന്തുണ്ടായിട്ടുണ്ട്, താരതമ്യേന ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയൊരു സാങ്കേതികപരമായിട്ടുള്ള വിദ്യയുടെ ഒരു വരവോട് കൂടിയിട്ട് എന്തുണ്ടായിട്ടുണ്ട്, എല്ലാത്തിലും സമൂഹത്തിലുള്ള എല്ലാത്തിലും എന്ത് വന്നിട്ടുണ്ട്, ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ജാതി വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടായ മാറ്റം അല്ലെ. ഇങ്ങനെ സമൂഹത്തിൽ ഈ ടെക്നോളജീസിന്റെ എന്തുണ്ടായിട്ടുണ്ടെന്നാ പറഞ്ഞേ, ടെക്നോളജീസിന്റെ ഒരു കണ്ടുപിടുത്തം, ഈ ടെക്നോളജീസിന്റെ ആവിർഭാവം സമൂഹത്തിൽ എല്ലാ തട്ടിലും, അത് മീൻസ് എന്തിലും കൂടെ സാമൂഹിക വർഗീകരണത്തിൽ വരെ എന്തുണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്, മാറ്റങ്ങൾ അല്ലെ. ഈ മാറ്റം നമ്മൾ എപ്പോഴും പറയും എന്താണ് മാറ്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഈസ് നോട്ട് ചേഞ്ച്ഡ് അല്ലെ. ഒരു മാറ്റം എന്ന് പറയുന്നതാണ് ഇതുവരെ എന്ത് ചെയ്യാത്തത്, മാറാത്ത ഘടകം എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്തിട്ടായിട്ടുണ്ട്, എല്ലാതും നമുക്ക് എടുത്ത് ടോട്ടലി ചേഞ്ച്ഡ് ആണ് അല്ലെ. ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും ടോട്ടലി ചേഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം. ഇതിലും എന്തിന്റെ കടന്നുവരവാണ് മാറ്റം ഉണ്ടായത്, ടെക്നോളജീസിന്റെ സാങ്കേതിക വിദ്യയുടെ നൂതന സാങ്കേതിക വിദ്യയുടെ ഒരു കടന്നുവരവാണ് എന്തുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞേ, പല മേഖലകളിലും ഈ ഒരു മാറ്റം അല്ലെങ്കിൽ സാമൂഹിക വർഗീകരണം വികസിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. Then organizing principles, social stratification. ഇതിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് there are 3 major organizing principles of social stratification. These are status, wealth and power. നമുക്കറിയാം ഈ ഒരു ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക വർഗീകരണത്തിന് ഒരുപാട് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ട് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു പാറ്റേണിൽ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ഘടകങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് പ്രവർത്തിച്ചില്ലേ. അപ്പൊ അതിൽ നമ്മൾ ഓർമ്മ, അതിൽ ഏറ്റവും സാമൂഹികവരണത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്ട്രെയിൻസ്, ദെൻ വെൽത്ത് ആൻഡ് പവർ അല്ലെ. അതായത് പദവിയും സമ്പത്തും ശക്തിയുമാണ് ഒരു സാമൂഹിക വർഗീകരണത്തിന്റെ പ്രധാനപ്പെട്ട എന്തായിട്ട് കണക്കാക്കുന്നത്, പ്രിൻസിപ്പിൾസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഈ 3 ഘടകങ്ങളും കൂടെ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേമിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഘടകങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഫാക്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണ്, സ്റ്റാറ്റസിനെയാണ് അല്ലെ. വൺ ഓഫ് ദ പ്രൈമറി ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് സ്റ്റാറ്റസ്. നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഒന്നാമത്തെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, പ്രൈമറി ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഏത് എന്ന് പറയുന്നത്, സോഷ്യൽ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്നത്. സ്റ്റാറ്റസ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ
means ranking of the groups in a society on the basis of their relative position in terms of honor or respect. നമുക്കറിയാം ഈ ഒരു സമൂഹത്തിൽ സാമൂഹിക വർഗീകരണത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എന്താണ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം സമൂഹത്തിലെ ഗ്രൂപ്പുകള് അവയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്നതാണ് അല്ലെ അതിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം ബഹുമാനം ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അതായത് എത്രത്തോളം ഒരു പൊസിഷൻ സമൂഹത്തിൽ നൽകുന്നുണ്ട് ഗ്രൂപ്പുകൾക്ക് അവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എത്ര റാങ്ക് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോകുന്നത് ഈ ഒരു പ്രിൻസിപ്പിള് പോകുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം അതുപോലെ തന്നെ ഇൻ ഇന്ത്യ കാസ്റ്റ് ഈസ് എ വെരി അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാറ്റസിന് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു എന്തായിട്ടാണ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ അതുപോലെ തന്നെ the qualities which got to make a status groups are related more to values and beliefs, to legend and myths reputed in societies over a period of time than to principle which are achievable by effort, whether income, political or cultural. നമുക്കറിയാം നമുക്ക് ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളിങ്ങനെ പൈസ കൊടുത്തൊക്കെ വാങ്ങുന്ന സാധനമാണ് അല്ല ഒരിക്കലും അല്ല സ്റ്റാറ്റസ് നമുക്ക് എന്താണ് എങ്ങനെയാണ് നമുക്കത് ആർജിക്കാൻ കഴിയുന്നത് ജന്മം കൊണ്ട് ആർജിക്കുന്നതാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ജന്മനാ നമുക്ക് നേടിത്തരും അതായത് നമുക്ക് സമൂഹത്തിൽ ഒരു പദവി ഉണ്ടാവും സാമൂഹിക സ്ട്രാറ്റിഫിക്കേഷൻ തത്വത്തെ പൊതുവെ നമ്മൾ ഈ ഒരു തത്വത്തിൽ നമ്മൾ പറയുന്നത് അതിന്റെ ഒരു സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ട് അതായത് നമുക്ക് ജന്മനാ നമ്മൾ ആർജിച്ചെടുക്കുന്ന കാര്യത്തെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത് സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക അല്ലെ അതായത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അത് ജാതി എന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകളുടെ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മുടെ ജാതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകളുടെ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് മൂല്യങ്ങളോടും അതുപോലെ തന്നെ വിശ്വാസങ്ങളോടും അതുപോലെ തന്നെ നമുക്കറിയാം കെട്ടുകഥ ഐതിഹ്യങ്ങൾ ഇത്തരത്തിലുള്ള കുറെ ആശയങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതെല്ലാം ഈ ഒരു കൺസെപ്റ്റില് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതിയിൽ ഉൾപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു വസ്തുതയായിട്ടാണ് ഇതിനെല്ലാം നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ ഫസ്റ്റ് വൺ സ്റ്റാറ്റസ് then we are going to second one ഏതാണ് വെൽത്ത് അല്ലെ second one the second organizing principle of social stratification is wealth. It's generated in societies only when technologies advancement take place and there is a change in the mode of production. നമുക്കറിയാം എന്താണ് ഈ വെൽത്ത് എന്ന് പറയുമ്പോൾ അല്ലെ അതായത് നമ്മുടെ സമ്പത്ത് അതിനെയാണ് നമ്മൾ ഇവിടെ ബേസ് ചെയ്യുന്നത് ഈ ഒരു ആശയത്തിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ഈ ഒരു ടെക്നോളജിയുടെ ഒരു ആവിർഭാവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു പഴയ കാലത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഹണ്ടിങ് പീപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ഈ നാടോടികൾ അല്ലെങ്കിൽ ഇടയന്മാർ കാലി വളർത്തുന്ന അല്ലെ ഹണ്ടിങ് പീപ്പിൾസ് ഇതൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം എന്ത് മാറി ഇറ്റ്സ് ജനറേറ്റഡ് in societies only when technologies advancement takes a place and there is a change in the mode of production അല്ലെ ഈ സാമ്പത്തിക സ്ഥിതിയിൽ എന്തുണ്ടായി എന്നാ പറഞ്ഞേ മാറ്റങ്ങൾ ഉണ്ടായി എന്തിനെ ബേസ് ചെയ്തോണ്ടാ ടെക്നോളജീസിനെ ബേസ് ചെയ്തുകൊണ്ട് സാമൂഹ്യ വർഗീകരണം എന്ന് പറഞ്ഞത് എന്തത്തിന്റെ രണ്ട് സംഘടനാ തത്വമുണ്ട് ഇത് സമ്പത്താണ് ഇവിടെ എന്തായിട്ട് കണക്കാക്കുന്നത് ആണ് സാങ്കേതിക വിദ്യയുടെ പുരോഗതി അല്ലെ അത് എന്താണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ് സാങ്കേതിക വിദ്യയുടെ പുരോഗതി അത് കാരണം എന്തുണ്ടായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ
ഇതാണ് രണ്ടാമത്തെ ആശയം പറഞ്ഞത്. ദെൻ നമ്മൾ മൂന്നാമത്തെ പ്രിൻസിപ്പിളിലേക്ക് കടക്കുകയായിരുന്നു. വി ആർ ഗോയിങ് ടു ദ തേർഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് പവർ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ശക്തി അല്ലെ, പവർ. The third organizing principle of social stratification is power. Unlike status and wealth, which can be characteristics, ranking the societies, the principles of power is a relatively diffused attribute because it is not exclusive in character. നമുക്ക് ഇതിനെ ഒന്ന് ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, എപ്പോഴും സമ്പത്ത് അതിന്റെ റാങ്കിങ്ങിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് സവിശേഷതകളുമായിട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു ബന്ധിപ്പിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്കറിയാം എന്താണ്, ഇതിലൊന്ന് നമുക്കറിയാം എപ്പോഴും ശക്തി എന്ന് പറയുന്നത് എന്തിനു ബേസ് ചെയ്തിട്ട്, പവർ, എപ്പോഴും പവർ ഉണ്ടാവുക എങ്ങനെയാണ്, സമൂഹത്തിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവുന്ന പറഞ്ഞു, അല്ലെങ്കിൽ ഉയർന്ന പദവിയിൽ കഴിയുന്ന ആളുകൾക്ക് എന്തുണ്ടാവുന്ന പറഞ്ഞു, സമൂഹത്തിൽ എപ്പോഴും ഒരു ഇതുണ്ടാവും, ഒരു പവർ ഉണ്ടാവും. അവര് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അംഗീകരിക്കാം അല്ലെ. അവർക്ക് എപ്പോഴും എന്ത് ചെയ്യാന്നാ പറയാ, ശബ്ദമുയർത്താം. സമൂഹത്തിൽ ഉയർന്ന പദവിയിലുള്ള ആളുകൾക്ക് എപ്പോഴും എന്ത് ചെയ്യാം, അവരുടെ വാക്കിന് വില ഉണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അവർക്ക് എന്തും പറയാം, അവർക്ക് എന്തും ചെയ്യാന്നൊക്കെയുള്ള ഒരു ചിന്താഗതി പൊതുവെ നമുക്ക് മനസ്സിലാക്കാല്ലേ. അവനെന്താ, സമൂഹത്തില് കുറച്ച് ഉയർന്ന നിലയില്ല, ആഷിന്റെ അഹങ്കാരം എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. അതന്നെ, സമൂഹത്തിൽ എപ്പോഴും ഉയർന്ന പദവിയിൽ നിൽക്കുന്നവര് അല്ലെങ്കിൽ പദവിയിൽ കഴിയുന്നവർക്ക് ഇതെല്ലാം എന്താന്നാ പറഞ്ഞത്, സാധ്യമാകും, അല്ലെങ്കിൽ ഇതെല്ലാം അവർക്ക് ഉള്ളതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വർഗീകരണങ്ങൾ, സാമൂഹിക വർഗീകരണങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലെയും എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്, കണക്റ്റഡ് ടു ഓൾ ഫാക്ടേഴ്സ് അല്ലെ. ഇത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്താണ് ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പോകുന്നത്. അപ്പോ ഇതാണ് ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ വി ആർ ഗോയിങ് ടു അനദർ വൺ, ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ് അല്ലെ. നമുക്കറിയാം, നമ്മളിപ്പോ ഇത്രയും പഠിച്ചു കഴിഞ്ഞു, അതായത് എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിലേക്ക് വന്നിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആ ഒരു ഇവല്യൂഷണറി പ്രോസസ് എന്താണ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇതെല്ലാം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞില്ലേ. നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ടൈപ്സ് ആണ്. ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ്, ടൈപ്സിലൂടെയാണ് എന്ത് പോകുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ് കടന്നു പോകുന്നത്. സാമൂഹിക വർഗീകരണത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് ഈ ഒരു സാമൂഹിക വർഗീകരണം കടന്നു പോകുന്നത് അല്ലെ. Broadly speaking, the following types of social stratification have been known to exist: the age set system, slave system, then estate system, caste system, class and race and ethnicity. ഇത്രയും ഘടകങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും ടൈപ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും ടൈപ്സിലൂടെയാണ് എന്ത് പോകുന്നത്, നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് പോകുന്നത് അല്ലെ. അതിൽ ഫസ്റ്റത്തെ ഒന്ന് നമുക്ക് നോക്കാം അല്ലെ. നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ട് എത്ര എണ്ണാണുള്ളത്, എത്ര ടൈപ്സ് ആണുള്ളത്, എത്ര തരം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ് ആണുള്ളത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞതാ ഏജ് സെറ്റ് സിസ്റ്റം, ദെൻ സ്ലേവ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ എസ്റ്റേറ്റ് സിസ്റ്റം ഉണ്ട്, കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ കാസ്റ്റ്, റൈസ് ആൻഡ് എത്നിസിറ്റി. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ തരങ്ങളാണ്, ടൈപ്സ് ആണ് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് ഏജ് സെറ്റ് സിസ്റ്റം ആണ്. ഈ ഏജ് സെറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ എങ്ങനെയാണ് ഇതിനെ വിവിധ തരങ്ങളായിട്ട് തിരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും ഓരോ തരമായിട്ടാണ് നമ്മൾ എന്തിനെ തിരിക്കുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ തിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ഘട്ടത്തിൽ ഒന്നാമത്തെ തരം തിരിക്കുന്നത് ഏതാണ്, ഏജിനെ ബേസ് ചെയ്തിട്ട് ഏജ് സെറ്റ് സിസ്റ്റം.
societies which have been described as a stateless type of social stratification. The ranks determined on the basis of age are called age set. The first age set may comprise as short as 6 or 7 years, as long as 15. Then, in terms of a system of social stratification, the age set system provides for an open society in which no one is allocated a particular position for life. ഇതിൽ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചില സമൂഹങ്ങളിൽ എന്നാണ് പറയപ്പെടുന്നത്, ചില സമൂഹങ്ങളിലൊക്കെ ഇപ്പോഴും ഈ ഒരു പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. സാമൂഹിക വർഗീകരണം പല സ്ഥലങ്ങളിലും ഇപ്പോഴും പ്രായത്തിന്റെ അടിസ്ഥാനങ്ങളിൽ തരംതിരിക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു ഒരു പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ നിശ്ചയിക്കുന്ന റാങ്കുകളെയാണ് എന്തായിട്ട് കണക്കാക്കുക നമ്മൾ പ്രായപരിധി അല്ലെങ്കിൽ ഏജ് സെറ്റ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു പ്രത്യേക പ്രായത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിൽ നിശ്ചയിക്കുന്ന റാങ്കുകൾ അല്ലെ, ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ഏജ് സെറ്റ് സിസ്റ്റം. അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെയാണ് പ്രായപരിധി, അങ്ങനെ വേണേ നമുക്ക് പറയാം, പ്രായപരിധി എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിൽ പറയുന്നുണ്ട് നമ്മൾ ജനിച്ചത് ഒരൊറ്റ പരിധിയിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരു സെറ്റിൽ വെച്ചോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതെല്ലാം ഏതുവരെ പോകുള്ളൂ എന്നാ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു എന്താണ് 6-7 years ഓർ ലോങ് ആസ് 15. ഏറിപ്പോയാൽ ഒരു 15 ആ ഒരു കാലഘട്ടം വരെയൊക്കെ പോകുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ പല സ്ഥലങ്ങളിലും എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്? എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്? അതായത് ഈ ഏജിനെ ബേസ് ചെയ്തിട്ട് അല്ലെ, നമ്മുടെ പ്രായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതിനായിട്ട് കണക്കാക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നെടുത്ത ഭാഗം എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, നമ്മൾ എടുത്തത് എന്താണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെ, യൂണിറ്റ് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്, മീനിങ് ആൻഡ് അപ്രോച്ചസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് നമ്മൾ എടുത്തത് അല്ലെ. അതില് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു? എന്താണ് ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ നമുക്ക് എന്തായാലും 1 മാർക്കിന് ചോദിക്കും. വാട്ട് ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ് എന്നുള്ളത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ refers to a society's categorization of its people into ranking. എന്താണ്? into ranking based on factors like wealth, income, education and power, family background അല്ലെ. പൊതുവെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? സമ്പത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം, വരുമാനം, ഈ ഘടകങ്ങളെല്ലാം ഇത്തരത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളെ എന്താണെന്നാ പറഞ്ഞത്? അടിസ്ഥാനമാക്കിയിട്ട് ഒരു സമൂഹം അതിലുള്ള ആളുകളെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഇനി ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു എന്തുണ്ട്? പരിണാമം അല്ലെ. ഇതിന്റെ ഒരു പരിണാമം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താന്നാ പറഞ്ഞത്? ബേസിക്കലി ഇതിലൊന്നുമില്ല, നമുക്ക് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ്? differentiate of individuals or groups on the basis of position of certain characteristics whereby some individuals or groups come to rank higher than others. ഇതിലെല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാങ്കേതിക വിദ്യ, ടെക്നോളജീസിന്റെ ആവിർഭാവം ഇതിനെല്ലാം എന്ത് വരുത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്? പല ചേഞ്ചസും സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. സമൂഹങ്ങൾ താരതമ്യേന സങ്കീർണമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും തൊഴിലവസരവും എല്ലാത്തിനും എന്തുണ്ടായിട്ടുണ്ടെന്നാ പറഞ്ഞത്? ഒരു മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജാതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ വരെ എന്ത് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്?
മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്ത് ഓർഗനൈസിങ് പ്രിൻസിപ്പിൾസ് അല്ലെ, ഇതിനെല്ലാം ഓർഗനൈസ് ചെയ്ത് നിൽക്കുന്ന കുറച്ചു ഘടകങ്ങൾ ഉണ്ട് അല്ലെ, കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് സാമൂഹിക വർഗീകരണത്തിൽ പ്രധാനമായിട്ട് 3 തരത്തിലാണുള്ളത്. 3 ഘടകങ്ങളിലൂടെയാണ് ഈ കൺസെപ്റ്റ് പോകുന്നത്. ഒന്ന് സ്റ്റാറ്റസ്, മറ്റൊന്ന് പറഞ്ഞത് ഏതാണ്, സ്റ്റാറ്റസ് ഉണ്ട്, അതുപോലെ തന്നെ വെൽത്ത് ഉണ്ട്, പവർ ഉണ്ട്. ഇങ്ങനെ 3 ഘടകങ്ങളിലൂടെയാണ് പ്രധാനമായിട്ട് സാമൂഹിക വർഗീകരണം എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് പോയിരിക്കുന്നത്. ഇതിൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ പ്രൈമറി ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ആണ് അല്ലെ. ഒന്നാമത്തെ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്, സ്റ്റാറ്റസിനെ കണക്കാക്കുന്നത്. ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സമൂഹത്തിലുള്ള ഗ്രൂപ്പുകളെ അവയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്നതിനാണ് പൊതുവെ നമ്മൾ എന്തെന്ന് പറയാ, സ്റ്റാറ്റസ് എന്ന് പറയാ. അത് ബഹുമാനത്തിന്റെ, അവർക്ക് നമ്മൾ ഒരു പൊസിഷൻ കൊടുക്കുക അല്ലെ, എന്തിനെ ബേസ് ചെയ്തുകൊണ്ട്, റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഓണർ, അതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഒരു പദവി നൽകുക. ഇതാണ് നമ്മൾ എന്താണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതെങ്ങനെയാണ്, ഇത് നമുക്ക് ജന്മന ആർജിച്ചെടുത്ത കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുക അല്ലെ. എന്താണ് അത്, നമുക്ക് ജന്മം കൊണ്ട് സിദ്ധിച്ചെടുത്ത ഒരു കൺസെപ്റ്റ് ആണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പിന്നെ വെൽത്ത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ, വെൽത്തിൽ വന്നത് എങ്ങനെയാണ്, രണ്ടാമത്തെ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ, സെക്കൻഡ് ഓർഗനൈസിങ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഓൺ ഈസ് വെൽത്ത് അല്ലെ. സാമൂഹ്യ വർഗീകരണത്തിന്റെ രണ്ടാമത്തെ സംഘടനാ തത്വത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സമ്പത്ത് എന്ന് പറയാം. സമ്പത്ത് അതാണ് എന്തായിട്ട് കണക്കാക്കുന്നത്, സാങ്കേതിക വിദ്യയുടെ പുരോഗതിയായിട്ട് കണക്കാക്കുന്നത്. നമുക്കൊന്നും വേണ്ട, നമുക്ക് പഴയ കാലത്ത് ഇത് ചിന്തിച്ചു നോക്കിയാൽ മതി. ഹണ്ടി പീപ്പിളെ ആലോചിച്ച് എന്താ ഈ ഒരു വേട്ടയാടലിന്റെ ആ ഒരു യുദ്ധം എന്നൊക്കെ പറയില്ലേ, അതില് അവര് ജീവിച്ചിരുന്ന രീതി, അതൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അന്ന് അവര് വേട്ടയാടിയത്, ഹണ്ടിങ് ചെയ്തത് എങ്ങനെയായിരുന്നു, മരം, കല്ല്, വടി ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അവർ ചെയ്തത്. പിന്നീട് എന്തുണ്ടായി എന്ന് പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടായി. ഇതെല്ലാം എന്തിന്റെ കടന്നുവരവാണ്, ടെക്നോളജീസിന്റെ കടന്നുവരവാണ് അല്ലെ. അതായത് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായത്. പിന്നെ പറഞ്ഞത് ഏതാണ്, പവർ അല്ലെ. പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേറെ ഒന്നും അവിടെ ചിന്തിക്കേണ്ട, ഇത്രയേ ഉള്ളൂ. കാശ്, നമ്മൾ പറയില്ലേ, കാശുള്ളവനെന്നും കാശുള്ളവൻ തന്നെയാണ്, കാശില്ലാത്തവൻ തന്നെയാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ വർഗീകരണം നടക്കുന്നത്. സമൂഹത്തിൽ എപ്പോഴും ഉയർന്ന പദവിയിൽ കഴിയുന്നവർക്ക് എന്ത് ചെയ്യാം, ഇത് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് സമ്പത്ത് അതിന്റെ റാങ്കിങ്ങിന്റെ ഗ്രൂപ്പ് സവിശേഷതയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഘടകങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ സമൂഹത്തിൽ സമ്പത്തുള്ളവര്, അല്ലെങ്കിൽ എന്താ പറയുക, സമൂഹത്തിൽ ഉയർന്ന പദവിയുള്ളവര്, പദവിയിൽ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും എന്തുണ്ടെന്നാ പറയുക, സമൂഹത്തിൽ വാല്യൂ ഉണ്ട്. അവർക്ക് ഏതിന്റെ അത്തരത്തിലുള്ള വർഗീകരണത്തിന് എന്തിന്റെ ബേസ് ചെയ്താലും അവർക്കാണ് എപ്പോഴും നൽകുക, ഒരു പ്രയോറിറ്റി നൽകുക. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെ. ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ പ്രധാനമായിട്ട് എത്ര ടൈപ്പ് ഉണ്ട്, എത്ര തരമുണ്ട് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, എത്ര തരത്തിലൂടെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പോകുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു ഏജ് സെറ്റ് സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ സ്ലേവ് സിസ്റ്റം, പിന്നെ എസ്റ്റേറ്റ് സിസ്റ്റം, ദെൻ കാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ് ഉണ്ട്, റൈസ് ഉണ്ട്, എത്തനിസിറ്റി ഉണ്ട്. ഇങ്ങനെ എന്താന്നാ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഘടകങ്ങളിലൂടെയാണ് പോകുന്നത്. ഈച്ച് ഓഫ് ദീസ് സിസ്റ്റം ഓഫേഴ്സ് ക്ലിയർലി അറേഞ്ച്ഡ് തിയറീസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ജസ്റ്റിഫൈ ഇറ്റ്സ് റെസ്പെക്ട് സിസ്റ്റം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. അതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പറയാൻ പോകുന്നതിൽ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്, ഏജ് സെറ്റ് സിസ്റ്റം അല്ലെ. പല രാജ്യങ്ങളിലും ഇപ്പോഴും പ്രായത്തിനെ ബേസ് ചെയ്തിട്ട് എന്ത് നൽകുന്നുണ്ട് എന്നാ പറഞ്ഞത്, അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നുണ്ട്, സമൂഹത്തെ തരംതിരിക്കുന്നുണ്ട്, സമൂഹത്തിൽ വർഗീകരണം നടക്കുന്നുണ്ടെന്നാണ് ഒന്നാമത്തേതിൽ പറയുന്നത്. അതിന് ഏജിനെ ബേസ് ചെയ്തിട്ട്, ജനിച്ച് ഒരു പരിധിയിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരു സെറ്റിൽ വെച്ചിട്ടോ, അതല്ലെങ്കിൽ എത്ര വരെ പോകും എന്നാണ് പറയണത്, ഒരു പ്രായം എന്ന് പറയുന്നത് 6 to 7 years ഓർ ലോങ് ആസ് 15 years അല്ലെ. 50 വരെ ഈ ഒരു കൺസെപ്റ്റ് പോകുമെന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇതുവരെയുള്ളൂ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതിൽ നമ്മൾ ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഏജ് സെറ്റ് സിസ്റ്റം വരെ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവില്ലെങ്കിൽ പറയണം കേട്ടോ. എന്തെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ എങ്ങനെയാണോ അതൊന്നും പറയണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ എന്നാൽ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാവേ.